പക്ഷെ ഇതിലൊക്കെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ പലപ്പോഴും സെലക്റ്റീവായി പോകുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ല? എനിക്ക് മനസ്സിലായി. പഴയ ലിസ്റ്റ് എടുക്കണോ? ഇപ്പോ നമ്മൾ പറയുന്ന കാര്യം ഇപ്പൊ ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ നിലപാട് തന്നെ എന്നെ കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്. നിലപാടുകൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇദ്ദേഹം ആരോപണ വിധേയനായിരിക്കുമ്പോൾ ഒരു റേപ്പ് കേസിൽ ഉൾപ്പെടെ പ്രതിയായിരിക്കുന്ന സമയത്ത് ദിലീപിനെ വെച്ചിട്ട് ഫെഫ്റ്റയുടെ ചെയറിലിരിക്കുന്നയാള് സിനിമ ചെയ്യുന്നു. ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു ആരോപണമാണ്. അതേപോലെ അദ്ദേഹം തിരിച്ച് ഈ സംഘടനയിലേക്ക് ഇനി വരാൻ, ഈ കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനായപ്പോൾ വരാനായിട്ടുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഇരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് രാജിവെക്കുന്നു. അല്ല കൂട്ടുകാരാ, ഇതേ സാധനങ്ങൾ തന്നെ ആയിരുന്നില്ലേ നീ എന്ന് വാഴ്ത്തി പാടിയിരുന്നത്? ഇപ്പൊ അത് കഴിക്കുന്നു, പുളിക്കുന്നു അല്ലേ? ഞാൻ പറഞ്ഞത് ഭാഗ്യലക്ഷ്മി ചേച്ചി നമ്മുടെ നാട്ടിൽ ഒന്നിലധികം, രണ്ടോ അതിലധികമോ, കറക്റ്റ് കണക്ക് എനിക്കറിയില്ല, ബലാത്സംഗ കേസുകളിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളാണ് വേടൻ. പഴയ തിരണ്ടിവാൽ കഥകൾ പറഞ്ഞ് എന്നെ ഇങ്ങനെ അപമാനിക്കരുത്. നമ്മുടെ നാട്ടിൽ ഒന്നിലധികം, രണ്ടോ അതിലധികമോ, കറക്റ്റ് കണക്ക് എനിക്കറിയില്ല, ബലാത്സംഗ കേസുകളിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളാണ് വേടൻ. സ്ത്രീകൾ എന്നും എന്റെ വീക്ക്നെസ് ആയിപ്പോയി. ഈ വേടൻ ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചലച്ചിത്ര പുരസ്കാരം കൊടുത്തു. അയാൾ നമ്മുടെ പാർട്ടി അനുഭാവിയാണ്. ഏറ്റവും മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം കൊടുത്തു. മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്കുക നിലയും വിലയും. അതൊന്നും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്. അതിന്റെ അന്തിമ ജൂറിയിലെ അംഗമാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി. അത് ശരി. ഓഹോ, എന്നിട്ടാണ് നിന്നെ ന്യായം പറയണത്. അപ്പൊ സെലക്റ്റീവായിട്ട് നമുക്ക് ദിലീപിനെതിരെ മാത്രം എടുക്കാമോ? വേടനെതിരെ വരുന്ന സമയത്ത് നമുക്ക് പ്രശ്നമല്ലേ? പോയേ കയ്യിന്ന് പോയേ. ഭാഗ്യലക്ഷ്മി ചേച്ചി ഏതെങ്കിലും ഘട്ടത്തിൽ രാജി മുഴക്കിയതായിട്ടോ രാജ്യഭീഷണി മുഴക്കിയതായിട്ടോ രാജിവെച്ചതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. കംപ്ലീറ്റ് ഇമേജ് പോയി. എന്തിനു പതുക്കെയാക്കണം, 4 പേര് അറിയട്ടോ. അപ്പൊ നമ്മളിത് സെലക്റ്റീവ് ആകാൻ പാടില്ല എന്നുള്ളതാണ്. എനിക്ക് ഇങ്ങനെയുള്ള കേസുകളിലെല്ലാം ഒരു നിലപാട് മാത്രമേ ഉള്ളൂ. സ്ഥിരത വേണം, സ്ഥിരത. സർവമാന്യനാണ്, അന്തസ്സുണ്ട്. വിമർശനം ഉന്നയിക്കുന്നതിന് എന്ത് പ്രസക്തി എന്ന ചോദ്യമാണ് ശ്രീജിത്ത് ഉന്നയിക്കുന്നത്. ഭാഗ്യലക്ഷ്മിയിലേക്ക് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ ഇത് വിട്ടുപോകും. ഉള്ള അനുഭവം വെച്ച് ഞാനൊരു കാര്യം പറയാം, അവനോട് ഇടയാൻ നിൽക്കണ്ട. ശ്രീജിത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേടന്റെ കേസ് എന്ന് പറയുന്നത് കോടതി തന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഉഭയസമ്മത പ്രകാരം എന്ന് പറഞ്ഞ് കോടതി തന്നെ ഇതല്ല, ഇതൊരു കൊട്ടേഷനും ഒരു കാറിനകത്ത് വെച്ച് നടന്ന ബലാത്സംഗവുമാണ്. അതും ഇതും കൂടെ കോടതി വെറുതെ വിട്ടില്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി? അപ്പൊ ദിലീപിനെ കോടതി വെറുതെ വിട്ട് കഴിഞ്ഞിട്ടും അല്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി? ഇല്ലേ, ഞങ്ങൾ രണ്ടാളും പറയുന്നത് വിശ്വസിച്ചാൽ മതി. അതിനപ്പുറം ഇങ്ങോട്ട് പറയുമ്പോൾ ശരിക്കും വേണ്ട കേട്ടാ. ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ നിയമം. ഇനിയുമുണ്ട് കോടതി അയാളെ വിചാരണ ശ്രീജിത്ത് ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്ന് ഇത് സംസാരിക്കരുതേ. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ശ്രീജിത്തിനെ എല്ലാ രീതിയിലും അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. ഭാഗ്യലക്ഷ്മി ചേച്ചി ഇരട്ടത്താപ്പാട്. ഭാഗ്യലക്ഷ്മി ചേച്ചി കോടതി സംശയം പ്രകടിപ്പിച്ചാൽ വേടന്റെ കാര്യത്തിൽ ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കണം. ഈശ്വര, എന്തൊരു ചൈതന്യം. His name is പാണ്ഡിതുരൈ. ഇതെവിടത്തെ ന്യായം? ഭാഗ്യലക്ഷ്മി യോജിക്കുന്നില്ല. നമുക്ക് തിരികെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല.